നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഈ തൃക്കാവ് അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളാട്ടാ. നല്ല സ്റ്റോറേജുള്ള ഒരു കുളമാണ്. വെള്ളം സ്റ്റോർ ചെയ്യുന്നൊരു കുളമാണിത്. ഒരു 10-50 ഒരേക്കറൊക്കെ സ്ഥലം ഉണ്ടാവും തോന്നുന്നത് കാണുമ്പോൾ. വലിയതാണ്. ഇവിടെ മഴക്കാലമായാൽ വെള്ളം നല്ല പൊന്തി പുറത്തേക്ക് വരും. അത്രയ്ക്ക് വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ്. ധാരാളം ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയാണ് ഈ കാണുന്നത്. തൃക്കാവ് കുളത്തിൻ്റെ ഭാഗമാണ് ഏരിയ കാണുന്നത്. പടികളൊക്കെ ഉള്ള കുളമാണ്. ആൾക്കാർ പുരുഷന്മാർ ആൺകുട്ടികളൊക്കെ ഇവിടെ കുളിക്കുന്നതാണ്. പിന്നെ ഈ നേരെ കാണുന്നത് തൃക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാട്ടോ. നല്ല ശാലീന സുന്ദരമായൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കുളങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും കുളങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഈ കുളം പ്രകൃതി മനോഹരമായൊരു കുളം കണ്ടപ്പോൾ അത് നമ്മൾ എടുത്തു എന്നുള്ളൂ കേട്ടോ. നല്ല മനോഹരമായൊരു കുളമാണ്, നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അങ്ങനത്തെ കുളങ്ങളൊക്കെ കുറവായിരിക്കും കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുളം ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഒരു വാഹനം പോയ വെച്ചായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള മനോഹരമായൊരു കുളമാണിത്. വലിയ കുളമാണ്, കണ്ടാൽ അറിയാം. വലിയൊരു കുളമാണ്. പിന്നെ വലിയ സ്കൂളാണ്. LKG തൊട്ടിട്ട് 12ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. തൃക്കാവ് സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. പിന്നെ 2 സ്ത്രീകൾ ഇപ്പോൾ അതിൽ കൂടെ പോയതാണ്, അവരുടെ സംസാരമാണ്. അപ്പോൾ അങ്ങനെയാണ്. വലിയ കുളമാണ്. നല്ലൊരു വ്യൂ ആണ്. പടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു കുളമാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ദുർഗാ ഭഗവതി ക്ഷേത്രമാണ്. അവിടെ തൃക്കാവിൽ ദുർഗാക്ഷേത്രമാണ്. നേരെ കാണുന്ന അമ്പലം ദുർഗാക്ഷേത്രമാണ്. അതിൻ്റെ റോഡാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഒന്ന് ഗണപതി ക്ഷേത്രമാണ് ഈ ചെറിയത് കാണുന്നത്, കുളത്തിൻ്റെ അടുത്തുള്ള. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരാളിപ്പോൾ സൈക്കിളിനെ കാണാൻ അപൂർവമായിട്ട് സൈക്കിൾ കാണുന്നു, അതുകൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ നല്ല മനോഹരമായൊരു കുളവും സ്കൂളും പിന്നെ വീടുകളും പരിസരമാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായൊരു സ്ഥലമായതുകൊണ്ട് നിങ്ങളെ കാണിച്ചു. പൊന്നാനിയിലെ തൃക്കാവ് ചന്തപ്പടിയിൽ നിന്ന് കൊല്ലമ്പടി റൂട്ടിൽ തൃക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ എഴുത്തിനിരുത്തുന്ന സ്ഥലമാണ്. ദുർഗാ ഭഗവതി ക്ഷേത്രമാണ്. എഴുത്തിനിരുത്തുന്ന സ്ഥലമാണ് ഇവിടെ പൊന്നാനിയിൽ. വിദ്യാരംഭം കുറിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല മനോഹരമായൊരു കുളം, അത് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുളവും പരിസരമാണ് കാണിച്ച്. എന്നാൽ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു പെൺകുട്ടി പതിയിൽ കൂടെ പോയതാണ് അപ്പോൾ അത് കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ തൃക്കാവിലെ കുളം കാണിച്ചു. അവിടെ ഒരു ദുർഗാ ഭഗവതിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. തലയുടെ അപ്പുറം മേലെ വരെയൊക്കെ വെള്ളം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒരു കുളം കാണിച്ചു എന്ന് മാത്രം നിങ്ങളെല്ലാവരെയും. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. അങ്ങനത്തെ മനോഹരമായ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. നമ്മളെ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതാണ്, പ്രകൃതിനെ സംരക്ഷിക്കുന്നതാണ് കുളങ്ങളൊക്കെ. മഴവെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഭൂമിയുടെ അടിയിലേക്ക് ഭൂഗർഭജലത്തിൻ്റെ സംഭരണി കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുളങ്ങളൊക്കെ സംരക്ഷിക്കുക. ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. ഓക്കെ, ബൈ ബൈ.